കപ്പ എങ്ങനെയാണ് നടുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ വാങ്ങേണ്ടത് എപ്പോഴും നല്ല മൂത്ത വിത്ത് നോക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് എടുക്കണം. അല്ലാതെ നമ്മൾ സാധാരണ ഇത് കിട്ടിയ വലിയ കാര്യമൊന്നുമില്ല. നല്ല വിത്തെടുത്താൽ നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടുള്ളൂ. ഒരു പ്രാണിങ്ങനെ വെച്ച് നോക്കുക. ഏകദേശം അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അഗ്രം അതിൻ്റെ അടിവശത്ത് ഇവിടുന്ന് കട്ട് ചെയ്യാൻ കഴിയട്ടെ. ഇത് വളരെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. അത് പൊട്ടിച്ചെതറി ഒന്നും പോകാൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണം വെട്ട് കത്തി വെച്ചാൽ ചില ആൾക്കാർ കട്ട് ചെയ്യുന്ന വെട്ട് കത്തി വെച്ച് കടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കട്ടായി പൊടിഞ്ഞു പോകും. അതിന് നല്ലൊരു ഐഡിയ എന്ന് വെച്ചാൽ ആക്സോ ബ്ലേഡ് യൂസ് ചെയ്യുക. ആക്സോ ബ്ലേഡ് വെച്ച് നന്നായിട്ട് ക്ലീനായിട്ട് മുറിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ടർ ഉപയോഗിക്കുക. ഞാനിവിടെ കട്ടറാണ് സാറിന് ഉപയോഗിക്കുന്നത്. ഏത് ചെടിയാണെങ്കിലും നമുക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്ങെന്ന് വെച്ചാൽ ഇത് വേര് പിടിക്കുക എന്നുള്ളത്. റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഈ ഒരു മിക്സ് ബയോ റൂട്ടെക്സ് ഇത് ശരിക്കും പറഞ്ഞാൽ വേരുകൾ പെട്ടെന്ന് വികസിച്ച് വരാനും വേരുകൾ പിടിച്ചു വരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്ന ലായനിയാണ്. നമ്മൾ മുറിച്ച് വെച്ചിട്ട് കപ്പ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് റൂട്ടെക്സ് ഇട്ടിട്ട് അതിൻ്റെ മുറിച്ച വശം കുത്തിവെക്കുക. സൂഡോമോണസ് ലായനി എങ്ങനെ ഉപയോഗിക്കുന്ന അതുമാതിരി തന്നെ. എന്നിട്ട് നമ്മളത് മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കുക. മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യുമ്പോൾ ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ ചോട്ടിലൊഴിച്ച് വയ്ക്കുക. നമ്മൾ സൂഡോമോണസ് ലായനി എങ്ങനെ ഉപയോഗിക്കുന്ന അതിന് തുല്യം അതേമാതിരി തന്നെ ഉപയോഗിക്കരുത്. ഓക്കെ. നമ്മൾ കപ്പക്കോല് മുറിക്കുമ്പോൾ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഗ്രവശം വളരെ ക്ലിയർ ആയിരിക്കണം. പൊട്ടിയും പൊടിഞ്ഞൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അത് വളരാൻ താമസം. ഈ അഗ്രത്തൂടെയാണ് വേര് ഉണ്ടാകുന്നതും അതിലൂടെയാണ് കപ്പ ഉണ്ടാകുന്നതും. അപ്പോൾ ഈ വശം നമ്മൾ സൂക്ഷിക്കണം. വളരെ ക്ലിയർ ആയിരിക്കണം. അതേ രീതി നമ്മൾക്ക് ആക്സോബിളിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ റൂട്ടെക്സിനകത്തോട്ട് മുക്കി വയ്ക്കുന്നു. റൂട്ടെക്സിന് കറുത്ത ലൈനായിരിക്കും. അതിന് നമ്മൾ മുക്കി വെച്ചു. ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വേര് പിടിച്ചോളും. പെട്ടെന്ന് വളരുകയും ചെയ്തു. ഇത് നമ്മൾ നടുന്ന കാര്യം നമ്മൾ നോക്കുകയാണ്. നമ്മളാദ്യം കപ്പ എടുത്തല്ല, റൂട്ടെക്സിൽ മുക്കിയിട്ട് കപ്പ എടുത്തു. കപ്പ എടുത്തിട്ട് നമ്മൾ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ചെനപ്പ് വന്ന് പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ ഭാഗം മുകളിൽ വരണം. എപ്പോഴും ഇത് തെറ്റിപ്പോരുത്. ചില ആൾക്കാർ തിരിച്ച് നടാറുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് വളയ്ക്കാതൊക്കെ വരും. ഇതുണ്ട്, ഇവിടെ ചെനപ്പ് വന്ന് പൊട്ടിയിരിക്കുന്നു മുകളിലോട്ട്. ആ ഭാഗം മുകളിൽ വരത്തൊക്കെ എത്തി നടുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ കണ്ട മുകളിലായിട്ട് ഇവിടം വെച്ചാൽ പൊട്ടിക്കിളുത്ത് വരുന്നത്. നമ്മൾ കൂമ്പാരം കൂട്ടിയിട്ട് നമ്മളങ്ങ് പുഷ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം നമ്മൾ കുറച്ച് മണ്ണെടുത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കണം, പെട്ടെന്ന് പോകാത്ത രീതിയിൽ. എന്താണെന്ന് വെച്ചാൽ വെയിൽ മുകളിൽ ഉച്ചയിൽ അടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വളർന്നോളും. ഒരു തണുപ്പും കിട്ടും. നമ്മൾ നനയ്ക്കാൻ നേരത്ത് ഒരു 4-5 ദിവസം, വേനൽക്കാലമാണെങ്കിൽ 4-5 ദിവസത്തേക്ക് നനയ്ക്കണം. ഒരു 5 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മുകളിലോട്ട് വന്ന് പൊട്ടിക്കളത്ത് വരും. അപ്പം മണ്ണ് പോയിട്ടുണ്ടെങ്കിൽ മണ്ണും പെടുത്താൻ ഇട്ട് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സൂര്യൻ ആഘാതം കൊണ്ട് ചിലപ്പോൾ കരിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, പിന്നെ വളരാണ്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ നടാറുള്ളത്. ചില ആൾക്കാരിങ്ങനെ തൊപ്പിയൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഇവിടെ പ്ലാവിൽ വെച്ചിട്ട്. പക്ഷെ അതൊരു 10-50 എണ്ണമൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഒരു 4 ഏക്കറിലൊക്കെ കപ്പ വയ്ക്കുന്നവർക്ക് പെട്ടെന്നൊന്നും സാധ്യമല്ല. ചെറിയ 50-100 എന്നൊക്കെ നടുന്നവർക്ക് കുഴപ്പമില്ല. അതിനുവേണ്ടി സമയം കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഒരു വ്യവസായമായ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ചുമ്മാ വെച്ചിട്ട് നമ്മൾ മണ്ണെടുത്ത് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കുക. മണ്ണ് പോകുന്ന കയറ്റി വെക്കണം. 4-5 ദിവസം കൂടി എന്നത് ഇനി നമ്മൾ കയറേണ്ട ആവശ്യമില്ല. പിന്നെ വളവിടുന്ന സമയത്ത് അത് നമ്മൾ 1 മാസം കഴിഞ്ഞ പോലെ വളർച്ച അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. വേറെ ഒന്നുമില്ല ഇതിനകത്ത്. നമ്മൾ അങ്ങനെ നട്ടതാണ് ഈ സംഭവം ഇവിടെ കാണുന്നത്. ഈ കപ്പ ഒരു 10-12 ദിവസം കൊണ്ട് ഒരു മുളയൊക്കെ വെട്ട് നല്ലപോലെ വളർന്ന് മുകളിലോട്ട് വന്നുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് വലിയ കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. മഴ വരുമ്പോഴത്തേക്കും മണ്ണ് കയറ്റിയിട്ട് കൊടുക്കണം. അതൊരു ട്രബിൾ തന്നെയാണ്. മണ്ണ് കയറ്റിയിട്ടൊക്കെ മണ്ണ് മുഴുവൻ ഒലിച്ചു പോകും. പിന്നെ നമ്മൾ മണ്ണ് കയറ്റണം. അങ്ങനെ ബുദ്ധിമുട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.